പെന്തക്കൊസ്ത, പരിശുദ്ധ മറിയവും അപ്പോസ്തലന്മാരും. ഉൽപ്പത്തി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവാത്മാവായി വ്യക്തമാകുന്നുണ്ട്. ഈ ജീവാത്മാവ് ദൈവപുത്രൻ്റെ മനുഷ്യാവതാര സമയത്ത് മാനുഷിക നേത്രങ്ങളാൽ വ്യക്തമാകുകയാണ്. പരിശുദ്ധ മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി കാലത്തിൻ്റെ തികവിൽ പരിശുദ്ധ മറിയം യേശുവിന് ജന്മം നൽകി. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിനായി, ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായി കാതോർത്തു നിന്ന നിമിഷങ്ങളായിരുന്നു. മനുഷ്യരക്ഷയ്ക്കായി യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ സഹരക്ഷകയായി നിലകൊണ്ട മറിയം അപ്പോസ്തലന്മാരോടൊപ്പം പെന്തക്കൊസ്താ ദിവസം പ്രാർത്ഥനയിലും നിലകൊണ്ടു. പെന്തക്കൊസ്താ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് സാക്ഷിയായി. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിലും സഭാമക്കളിലും യാഥാർത്ഥ്യമാകുന്നതും പ്രത്യക്ഷമായി സ്ഥിരീകരിക്കപ്പെടുന്നതും സ്ഥൈര്യലേപന കൂദാശ സ്വീകരണത്തിലൂടെയാണ്. ആയതുകൊണ്ടുതന്നെ സ്ഥൈര്യലേപനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെ പുതിയ കാൽവയ്പ്പുകളും വളർച്ചയും സഭയുടെ അനുദിന ജീവിതത്തിലും ക്രൈസ്തവ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ തന്നെ സ്ഥൈര്യലേപന കൂദാശയിലൂടെ മുഖ്യമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെടുത്തി ഈ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവും പരിശുദ്ധ മറിയവും. ആത്മാവിനെക്കുറിച്ചുള്ള ആദ്യ സൂചന വേദപുസ്തകം നൽകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആത്മാവിനെക്കുറിച്ചുള്ള ഈ സൂചനയ്ക്കു ശേഷമാണ് ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നത്. ആത്മാവിൻ്റെ സഹകരണത്തിൽ സൃഷ്ടികർമ്മം ആരംഭിച്ചതിനാലാണ് ദൈവം ആദ്യം തന്നെ വെളിച്ചം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് കൂടിയാകണം പുതിയ നിയമത്തിൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വെളിപ്പെട്ട് കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ പ്രവർത്തന നിരതമായി കാണുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ സമയത്താണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാകുന്നതും അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാവുകൾ അവർ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഈ ഭാഗത്തെ വിവരണം ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കുന്നത്. അപ്പസ്തോലന്മാരിലൂടെ സ്ഥൈര്യലേപനം. ദൈവജനം സ്ഥൈര്യലേപനമെന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അത് അപ്പോസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാനിലൂടെയാണ് മിക്കവാറും അവസരങ്ങളിൽ പരിശുദ്ധ കർമ്മം ചെയ്യപ്പെടുന്നത്. ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ദൈവം സത്തയിൽ ഏകനാണ്, എന്നാൽ ദൈവത്തിൽ വ്യക്തികൾ 3 പേരുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്വീകരിക്കുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം എന്ന് വിളിക്കുന്നത്. ഈ കൂദാശയെ ഇംഗ്ലീഷിൽ കൺഫർമേഷൻ എന്ന് വിളിക്കുന്നു. കൺഫർമേഷൻ എന്ന ഈ പദം വരുന്നത് കൺഫർമാരെ എന്ന ലാറ്റിൻ ക്രിയയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം സ്ഥിരീകരിക്കുക അഥവാ സ്ഥിരീകരിക്കപ്പെടുക എന്നാണ്. യൂകാറ്റ് 205 പറയുന്നത്, മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവൻ്റെ ആത്മാവിൽ സ്ഥൈര്യലേപനം മായാത്ത മുദ്ര പതിക്കുന്നു. അത് എന്നേക്കും ക്രൈസ്തവനായി ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുന്നു. ഈ കൂദാശയിലൂടെ ഉന്നതങ്ങളിൽ നിന്നുള്ള ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ വ്യക്തി മാമോദീസായുടെ കൃപ ജീവിതത്തിലൂടെ പ്രയോഗത്തിലാക്കുകയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്യുന്നു. അതായത് സ്ഥൈര്യലേപനം എന്ന കൂദാശ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നന്മയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി നൽകി നമ്മെ ക്രിസ്തുവിൻ്റെ സേനാനികളാക്കുന്നു. സ്ഥൈര്യപ്പെടുത്തുന്ന ലേപനം അഥവാ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്ന തൈലം പുരട്ടൽ ആണ് സ്ഥൈര്യലേപനം. തൈലാഭിഷേകം അഥവാ ഒപ്രിഷ്മ അഥവാ മൂറോൻ അഭിഷേക കൂദാശ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സ്ഥൈര്യലേപനത്തെ പൂർത്തീകരണത്തിൻ്റെ കൂദാശ എന്നും വിളിക്കുന്നു. മാമോദീസ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ജനനമാണെങ്കിൽ സ്ഥൈര്യലേപനം വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കലാണ്. എന്താണ് സ്ഥൈര്യപ്പെടുത്തുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടുത്തുക? സ്ഥൈര്യപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരീകരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുക എന്നതാണ്.
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുദ്ര വയ്ക്കപ്പെടുകയാണ്. അതായത് സ്ഥൈര്യലേപനം സ്വീകരിച്ച സ്ഥിരീകരിക്കപ്പെട്ട ഒരു വ്യക്തി വിശ്വാസത്തിൻ്റെ നിറവിൽ പരിശുദ്ധാരൂപിയെ സ്വന്തമാക്കി പൂർണ്ണമായും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ദൈവത്തിൻ്റെ സ്വന്തമായി മാറി ജീവിതകാലം മുഴുവനും ആത്മാവോടും ശരീരത്തോടും കൂടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നല്ല ദിനങ്ങളിലും ചീത്ത ദിനങ്ങളിലും ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവരായി മാറുന്നു. ദൈവത്തിന് നമ്മുടെ മേലുള്ള ഉടമസ്ഥതയുടെ അടയാളം സൂചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ. താൻ പിതാവിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തപ്പെട്ടവനാണെന്ന് യേശു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നേക്കും അവിടുത്തെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അതുപോലെ യുഗാന്ത്യത്തിൽ വലിയ പരീക്ഷണത്തിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തി ദൈവവരപ്രസാദമുള്ള ആളായിരിക്കണമെന്ന് യുകാറ്റ് 206 പറയുന്നത്. ദൈവവരപ്രസാദാവസ്ഥയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഗൗരവാവഹമായ പാപം, മാരകപാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക അഥവാ ഹൃദയ വിശുദ്ധിയുള്ളവരായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നല്ല കുമ്പസാരം നടത്തി വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ഒരുങ്ങിയിരിക്കണം ഈ കൂദാശ ഒരു വ്യക്തി സ്വീകരിക്കാൻ. ഈ കൂദാശയ്ക്ക് 2 തലങ്ങളുണ്ട്, ദൃശ്യതലവും അദൃശ്യതലവും. ദൃശ്യതലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൈവയ്പ് ശുശ്രൂഷ, വിശുദ്ധ തൈലം കൊണ്ടുള്ള ലേപനം, കുരിശടയാളം വരയ്ക്കൽ, പരിശുദ്ധാത്മാവിനെ അയക്കുവാനുള്ള പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവയാണ്. ഈ കൂദാശയുടെ അദൃശ്യതലത്തിൻ്റെ പ്രത്യേകതകൾ എന്നുവച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുകയും ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുകയും ചെയ്യുന്നതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ: വിജ്ഞാനം, വിവേകം, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, സഹനശക്തി, സൗമ്യത, വിനയം, ആത്മസംയമനം, ശുദ്ധത എന്നിവയാണ്. ഈ ഒരു കൂദാശ നമ്മെ വിരൽ ചൂണ്ടുന്നത് ഒരു പെന്തക്കുസ്താനുഭവത്തിലേക്കാണ്. സിഹിയോനൂട്ട് ശാലയിൽ ഭയചകിതരായിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്രീഹാന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു? അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഭയചകിതരായിരുന്ന ശിഷ്യന്മാർ ധൈര്യശാലികളായി. വിദ്യാഭ്യാസമില്ലാതിരുന്നവർ ദൈവീക ജ്ഞാനത്താൽ നിറഞ്ഞു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി തീക്ഷ്ണതയാൽ നിറഞ്ഞു. പുത്തൻ ഉണർവും നവചൈതന്യവും അവരിൽ ഉളവായി. ഉപസംഹാരം: യേശുവിൻ്റെ സ്വർഗാരോഹണ വേളയിലെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ സ്വീകരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിനാലാണ് നാം പരിശുദ്ധ കന്യകാമറിയവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഒന്നാമതായി, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ താമസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗർഭം ധരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാമീപ്യവും മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പരിശുദ്ധ കന്യകാമറിയം ഗർഭധാരണത്തിനു ശേഷം നേരെ പോകുന്നത് അവളുടെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്കാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കന്യകാമറിയം എലിസബത്തിൻ്റെ അടുത്തെത്തുമ്പോൾ എലിസബത്തിലെ ഗർഭസ്ഥ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടിയതായി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൂർത്തീകരണമാണ് സിഹിയോൻ മാളികയിൽ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ധ്യാനനിരതരായിരുന്ന ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചത്. പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഉള്ളിടത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സംഭവിക്കുന്നതായി രേഖപ്പെടുത്തുന്നു. യേശു സ്ഥാപിച്ച കൂദാശകളിലൂടെ ദൈവം നമുക്കായി പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും മാധ്യസ്ഥവും നമുക്ക് കൂദാശകൾക്കൊപ്പം പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കുവാൻ കാരണമാകുന്നു. ഈ അടുത്ത് പുതുതായി സ്ഥാനമേറ്റ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയെന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലും പരിശുദ്ധ മറിയത്തിനോടൊപ്പമാണ് ആഗോള സഭയെ നയിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പയിൽ
പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെയെന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ നിരന്തര സംരക്ഷണം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാം. കണ്ണൂർ രൂപത പ്രഥമ അധ്യക്ഷനായിരുന്ന അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലീത്തയായി 2025 മെയ് 25 സ്ഥാനാരോഹണം ചെയ്തു. അഭിവന്യ ചക്കാലക്കൽ പിതാവിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥവും ധാരാളമായി ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം.